300 ഗ്രാം MDMA ഒരു പെണ്ണിനെ മുക്കത്തി വെച്ച് പിടിക്കും. മനസ്സിലാക്കാൻ കാരണം BD സതീഷ് സാറും രമേശ് സാറും മനസ്സിലാക്കുന്ന കാര്യം എന്താ അറിയോ? നിങ്ങളോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അടിപൊളിയാണ്, മുമ്പോട്ട് പോവുക. കാരണം അറിയോ, നിങ്ങൾ എതിർക്കുന്ന ആൾക്കാരൊക്കെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എതിർക്കുന്ന ആൾക്കാരൊക്കെ ഈ ലഹരിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. കോടിക്കണക്കിന് ആൾക്കാർ എന്താ അറിയോ, 3.25 കോടി ജനങ്ങളുണ്ട് കേരളത്തിൽ. ആ ജനങ്ങളൊക്കെ ഏകദേശം അതിൽ 99.9% ആൾക്കാർ നിങ്ങളെ കൂടാനുള്ളത്. നിങ്ങൾ ഈ തൂഫാനായി ബന്ധപ്പെട്ട് നിങ്ങൾ കൈയടിക്കുന്ന ആൾക്കാരല്ലേ. നിങ്ങളോട് ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്. രമേശൻ സാറോട് പറയാനുള്ളത്, BD സതീഷ് സാറോട് പറയാനുള്ളത് അറിയോ, നിങ്ങളിത് കേൾക്കണം. നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഇതുപോലെ ചെയ്യണം. എങ്കിൽ മാത്രമേ ഇതിൽ വിജയം ഉണ്ടാവും. പറയാനുള്ള കാരണം അറിയോ, ഇങ്ങനത്തെ നായ്ക്കളൊക്കെ ചെയ്യേണ്ടത് ഓലെ നമുക്ക് ആവശ്യമല്ല. ഈ മയക്കുമേന്ന് ഇങ്ങനെ വിൽക്കുകയും കൊടുക്കുകയും നമ്മൾ വരും തലമുറയെ നശിപ്പിക്കുന്ന ഒരു ചെകുത്താന്മാരവർ. ഇവരെ നമുക്ക് ആവശ്യമല്ല. ഇവരെ പെട്ടെന്ന് ഓലെ സാര പിടിച്ചു കഴിഞ്ഞാൽ 10 ദിവസം കൊണ്ട് ഇവരെ ശിക്ഷ ഇവർക്ക് നടപ്പിലാക്കണം. ശിക്ഷ എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കുന്ന പിന്നെ അറിയോ, ജയിലിലേക്ക് ഒരു 10 കൊല്ലം ഇടുക, അതല്ല വേണ്ടത്. അങ്ങനല്ല വിളിച്ച് ഇവരൊക്കെ ചെയ്യേണ്ടത് 1 കൊല്ലം ഇവർക്ക് കഠിന ശിക്ഷ എങ്ങനെ അയക്കണം എന്നറിയോ? ഓരോ ദിവസവും രാവിലെ 5 മണി ടൈം ഉണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ ഊരിയിട്ട് ചാട്ടവാറുണ്ട് 30 അടി രാവിലെ. രാത്രി കടുക്കാൻ നേരത്ത് ഒരു 6 മണി 7 മണി ആകുമ്പോൾ പിന്നെ 30 അടി. 1 കൊല്ലം മതി. ഒറ്റ കൊല്ലം ചത്ത് പോയിക്കോട്ടെ. ഓനെ നമുക്ക് ആവശ്യമില്ല. കാരണം അറിയോ, വരും തലമുറ മനസ്സിലാക്കാൻ, വരും തലമുറ നിങ്ങൾ മനസ്സിലാക്കാൻ കാര്യം എന്താ അറിയോ, ഈ പോക്ക് പോവുക ഈ MDMA സാധനമായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മളെ തലമുറക്ക്, നമ്മളെ മക്കൾക്ക് 30 വയസ്സ് വരെ ആയുസ് വരെ ഉണ്ടാവില്ല. നമുക്ക് വരും തലമുറ ഉണ്ടാവില്ല. ഒരു 10 100 കൊല്ലം കഴിയുമ്പോൾ ഈ ലോകത്തുള്ള ആൾക്കാരൊക്കെ മരിച്ചു പോകും. തലമുറ ഉണ്ടാവില്ല ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ അറിയോ, ഈ ഉമ്മമാരും പെങ്ങന്മാരും വാക്കുകൾ ജനങ്ങളൊക്കെ മനസ്സിലാക്കുക. നിങ്ങളെ മക്കളോ വാക്കുകളോ ആൾക്കാരോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് എന്താ അറിയോ, ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് വേണ്ടെന്ന് വെച്ചേക്കാം. കാരണം വരും തലമുറ ഓർത്തും കാര്യം ഇവർ നഷ്ടപ്പെട്ട പ്രശ്നമല്ല. ഇവർ വിൽക്കുന്ന പോലെ അവർക്ക് ഇത് ജനങ്ങൾ കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന പോലെ അവരെ ഓല നമുക്ക് ആവശ്യമല്ല. ഒരു ചത്ത് പോയിക്കോട്ടെ, ഓല നമുക്ക് ആവശ്യമല്ല. ഒരു പരാതി കൊണ്ട് ഒരാളും കൊണ്ട് വരണ്ടെന്നാണ് പറയുന്നത്. ശിക്ഷ നടപ്പിലാക്കണം. ഒരു ചത്ത് പോയാൽ നമുക്ക് പ്രശ്നമല്ല. ഒരാൾ പോയി, അല്ല 100 ആൾ പോയി, 1000 ആൾ പോയി, ഈ ഉപയോഗിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ പോയി, വിൽക്കുന്ന ലക്ഷക്കണക്കിന് ആൾ പോയി, ഒന്നും സംഭവിക്കാനില്ല. സന്തോഷം മാത്രമേ വഹിക്കാനുള്ളൂ. കാരണം അറിയോ, സംഭവം എനിക്ക് മക്കളുണ്ട്, എൻ്റെ മക്കളാണ് ചെയ്തത്, വിഷമം ഉണ്ടാവും. പക്ഷെ വിഷമിച്ചിട്ട് കാര്യമില്ല. കാരണം അറിയോ, വരും തലമുറ നശിപ്പിക്കുന്ന ഒരു വിഭാഗം ക്രിമിനൽ മൈൻഡുള്ള, പൈസക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത തലമുറ നശിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ശിക്ഷ പെട്ടെന്ന് നടപ്പിലാക്കുക. പിടിക്കപ്പെട്ട 10 ദിവസം അതിനായിട്ടൊരു കോടതിയൊക്കെ സാറന്മാർ വിചാരിച്ചാൽ നടക്കൂലേ? ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ഇവരൊക്കെ തീരുമാനിച്ചാൽ നടക്കൂലേ? ഒരു പ്രത്യേകമായിട്ടൊരു കോടതി, പ്രത്യേകമായൊരു ജയില്. ഈ ശിക്ഷ എങ്ങനെ ആക്കണം? 1 കൊല്ലമൊക്കെ കൊടുക്കാൻ ശിക്ഷ. ഇങ്ങനത്തെ വലിയ വലിയ കേസുകൾ പിടിക്കാൻ പറ്റി 5 കിലോ 6 കിലോ പിടിക്കുന്ന ആൾക്കാരെ കൊന്നാളുക. സമൂഹത്തിന് മുമ്പിൽ വെച്ച് വെട്ടിക്കൊന്നാളുക, അല്ലെ തൂക്കിക്കൊന്നാളുക. ഒന്നും സംഭവിക്കാൻ പോണില്ല. ജനങ്ങൾ കൈയടിക്കാൻ. വരും തലമുറകൾക്ക് വേണ്ടി നമ്മൾ ഇത് ചെയ്തേ പറ്റൂ. കാരണം വരും തലമുറ ഉണ്ടാവില്ല. ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ അങ്ങനെയാണ്. ഇത് ഉപയോഗിക്കുക മാത്രമല്ല, മറ്റുള്ള ആൾക്കാർ ഉപയോഗിപ്പിക്കുകയാണ്. നമ്മളെ ഈ മനസ്സിലാക്കാൻ ഏറ്റവും വലിയ സങ്കടമായ കാര്യം എന്താ അറിയോ, കുട്ടികൾ, സ്ത്രീകൾ, പെൺകുട്ടികൾ. അതിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ കേസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 60% ഈ പെൺകുട്ടികളെ ഉപയോഗിക്കുന്നത്. മനസ്സിലാക്കണം. അവർ ഉപയോഗിക്കുക മാത്രമല്ല, അവരെ കൂട്ടുകാരിക്ക് കൊടുക്കുകയാണ്. അവരങ്ങനെ ചെയ്യും പോലെ, മണി ചെയ്യും പോലെ ഇത് ഇങ്ങനെ സ്പ്രെഡായിക്കൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ സംഗതി ഒഴിവാക്കിയേ പറ്റൂ. അത് നമ്മൾ ലോകത്തുള്ള എല്ലാവരും സഹകരിച്ചേ പറ്റൂ. ശിക്ഷ മാറ്റിയ അടി, നല്ല അടി നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്. ഇപ്പം പിടിച്ച് നമുക്ക് ആ ശിക്ഷ 6 മാസം കഠിന തടവ്. രാവിലെ 30 അടി ചാട്ടവാറുകൊണ്ട്, വൈകുന്നേരം 6 മണിയാകുമ്പോൾ ചാട്ടവാറ് 30 അടി. അങ്ങനെ ഒന്ന് കൊടുത്തു നോക്കി. ഇങ്ങനെ പുറം കൊണ്ട് പൊളയുന്നു. സ്വന്തം മേലിങ്ങനെ വേദന ആകുമ്പോൾ ഇങ്ങനെ മേലിങ്ങനെ വേറെ പൊളഞ്ഞിങ്ങനെ കളിക്കും. ഈ ചേര പൊളിയുമ്പോൾ പൊളഞ്ഞ് കളിക്കും. ആ വേദന ഓർത്തിട്ട് ഇത് ചെയ്താൽ ഇങ്ങനെ ശിക്ഷ കിട്ടും, നല്ല അടി കിട്ടും. ജനങ്ങൾ ഒരാൾ നമ്മുടെ ഒപ്പം ഉണ്ടാവില്ല. സഹായിക്കാൻ ആൾക്കാർ വന്ന് ഓലെ മെയിൻ വെക്കാൻ പോകണ്ട, ഓലെ പിടിച്ച് ഉള്ളിലാക്കണം. കാരണം അറിയോ, ഓല ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാ. സ്നേഹമൊക്കെ വേണം. സ്നേഹം ഉണ്ടെങ്കിൽ, ഒരാളോട് സ്നേഹം ഉണ്ടെങ്കിൽ ഇതിന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയത്. അത് നമ്മുടെ മക്കളാരും വേറെ ആരും ആർക്കും സംഭവിക്കാൻ പറ്റുന്ന കാര്യം മാത്രമാണ്. നാളെ നമുക്കൊക്കെ നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചേക്കാം, എവിടെയും സംഭവിച്ചേക്കാം. ആർക്കും ഒരു ദയം ആവശ്യമില്ല. എൻ്റെ അഭിപ്രായത്തിൽ പെട്ടെന്ന് ശിക്ഷ നടപ്പിലാക്കുക. ഇതുപോലെ അടികൾ കൊടുക്കുക, ചാട്ടവാറുകൊണ്ട് അടി കൊടുക്കുക. കുറഞ്ഞ കാലം ശിക്ഷിച്ചാൽ മതി, പിന്നെ നന്നാക്കിയോളൂ. അടി പേടിച്ചിട്ട് തോന സാധനങ്ങൾ പിടിക്കും, കൊന്നു കളയുക. പോലെ നമുക്ക് ആവശ്യമില്ലടോ.
സമൂഹത്തിന് ആവശ്യമല്ല. അതാരായാലും ശരി, ശരി, നമുക്കൊരാവശ്യമല്ല. വരും തലമുറക്ക് വേണ്ടി നമ്മൾ ചെയ്തേ പറ്റൂ. ഇത് ഇങ്ങനെ നിയമം വന്നു കഴിഞ്ഞാൽ ഇതൊരു മാസമായിരിക്കും. നിങ്ങൾക്ക് അഭിപ്രായം എങ്ങനെ നിങ്ങളിപ്പോൾ ഒന്ന് പറയും. ഞാൻ പറയുന്നത് എൻ്റെ വിഷമം കൊണ്ട് പറയും. കാരണം ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മളൊക്കെ ജീവിതത്തിൽ, നമ്മളൊക്കെ ചെറുപ്പക്കാലത്ത് നമ്മളൊക്കെ ഏറ്റവും വലിയ ഒരു സംഗതി ചെയ്യുക വെച്ചാൽ ഏറ്റവും വലിയ തെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സിഗരറ്റ് വലിക്കുന്നതായിരുന്നു, അല്ല ഒരു സിനിമക്ക് പോകുന്നതായിരുന്നു. അതൊക്കെ നമ്മളെ ജീവിതത്തിലൊക്കെ ഏറ്റവും വലിയ തെറ്റാണ്. നമ്മളൊക്കെ ചെറുപ്പകാലത്ത്. ഇപ്പോഴൊക്കെ മക്കളൊക്കെ എന്തൊക്കെ ചെയ്ത് കൂട്ടുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കി അല്ലേ. അന്ന് സിനിമക്ക് നമ്മൾ പോയി പൊറുക്കാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊക്കെ കിട്ടിയ തല്ലെന്ന് ഒരാഴ്ചകൾ. അതേപോലെ ഇപ്പോഴത്തെ മക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? വരും തലമുറ നമുക്ക് ആവശ്യമുള്ളതാ മക്കളെ. അതുകൊണ്ട് കർശനമായ നിയമങ്ങൾ വരണം. പെട്ടെന്ന് പോലെ ശിക്ഷിക്കപ്പെടണം. ഒരൊറ്റതിനും വെറുതെ പറഞ്ഞിട്ട് എല്ലാത്തിനും പിടിച്ചാൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ, വിൽക്കുന്ന ആൾക്കാർക്ക്, ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇത്ര ശതമാനം ശിക്ഷ, വിൽക്കുന്ന ആൾക്കാർക്ക്, ഈ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി നല്ല കഠിനമായ ശിക്ഷ, ഇത് മൊത്തമായി കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് ഓലെ കൊന്നാട്. അങ്ങനത്തെ ശിക്ഷകൾ വന്നാൽ അടിപൊളിയായിരിക്കും. ഇത് പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാവും. നമ്മൾ കേരളം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താ അറിയോ, തൂഫാൻ എന്ന ഈ ഒരു പരിപാടിയെ ബന്ധപ്പെട്ട് ജനങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ ആവേശത്തിലാണ്. കാരണം ഓരോ ആൾക്കാർ പിടിക്കുന്ന സമയത്തും VD സതീശനെയും രമേശ് സതീശൻ കൈയടിച്ചു കൊടുക്കുക, പടച്ചോനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ച് നല്ല വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊടുക്കുക. ആ ഒരു രീതിയിൽ ആ സമയത്ത് നിങ്ങൾ എല്ലാവരും ഈ സംഗതി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.